റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ സംസ്ഥാനത്ത്. അതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് ഇന്ന് നടക്കും എന്നതാണ്. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പറയുന്നത്. എന്നാലും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നുള്ള സംയുക്ത പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള ADGP വിളിച്ച യോഗത്തിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ യോഗത്തിൽ തീർച്ചയായും വീണ്ടും ചർച്ചയിൽ വരുമെന്നാണ് കരുതുന്നതും. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി വിളിക്കുന്ന യോഗത്തിൽ, കാരണം അദ്ദേഹം അവിടെ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി, അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം ഇത് ഈ റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്, അതായത് നിത്യേന മരണങ്ങൾ ഉണ്ടാകുന്നത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗൗരവത്തോടെ ഇത് എടുത്തു എന്ന് ഇന്നത്തെ യോഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിനീഷ്? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നിരന്തരമായി വലിയ രീതിയിലുള്ള റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേരുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് യോഗം തുടരുക. പോലീസ്, ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ്, RTO, അങ്ങനെ നിരവധി വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള യോഗമാണ്. സംയുക്തമായി യോഗം നടക്കുന്നു. സംസ്ഥാനത്തുടനീളം പ്രധാനമായും വലിയ രീതിയിൽ ആക്സിഡന്റുകൾ, അപകടങ്ങൾ പൂർണ്ണമായും നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും, റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ചയാകുന്നത്. ഒപ്പം തന്നെ മറ്റു ഇതര സ്ഥലങ്ങളിൽ AI ക്യാമറകൾ കൂടുതൽ ഒരുക്കാനുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെ റോഡുകളുടെ നിയമലംഘനങ്ങൾ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ റോഡുകളുടെ നിയമലംഘനങ്ങൾ സംസ്ഥാനത്ത് കൂടുതലായി നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഗതാഗത വകുപ്പ് കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ പോലും അത് കൃത്യമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകും. എങ്ങനെയാണ് കൂടുതലായി സുരക്ഷ സംസ്ഥാനത്തിന്റെ നിരത്തുകളിൽ ഒരുക്കാൻ സാധിക്കുക എന്നീ കാര്യങ്ങളാണ് ഇന്ന് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ യോഗം വൈകുന്നേരം 4 മണിയോട് കൂടി ആരംഭിക്കും. നേരത്തെ അപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നേരിട്ട് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് വിവിധ വകുപ്പുകളെ സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള യോഗം നടത്താൻ ഗതാഗത വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ള യോഗങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP സംസ്ഥാന ഗതാഗത വകുപ്പിന് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി തന്നെയാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഗതാഗത വകുപ്പ് മന്ത്രിയാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. വീണ. ഓക്കെ, ശരി വിനീഷ്.